ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു നഗരത്തിൻ്റെ സുരക്ഷിതത്വവും അന്തസ്സും അവിടുത്തെ മതിലുകളെ ആശ്രയിച്ചായിരുന്നു. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനത്തെ സംരക്ഷിക്കുന്ന അഭേദ്യമായ കോട്ടകളായിരുന്നു ഈ മതിലുകൾ. മതിലുകൾ തകർന്നു കിടക്കുക എന്നതിനർത്ഥം ആ ജനശത്രുക്കളുടെ മുൻപിൽ നിസ്സഹായരും അപമാനിതരുമാണ് എന്നാണ്. പേർഷ്യൻ രാജാവായ അർത്ഥശഷ്ടാവിൻ്റെ കൊട്ടാരത്തിൽ പാനപാത്രവാഹകനായി സേവനമനുഷ്ഠിച്ചിരുന്ന നെഹമ്യാവ് തൻ്റെ ജന്മനാടായ യെരുശലേമിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് അറിയുന്നത് അവിടെ നിന്ന് മടങ്ങിയെത്തിയ സഹോദരനായ ഹനാനിയിലൂടെയാണ്. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞു കിടക്കുന്നു, അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടുപോയിരിക്കുന്നു എന്ന വാർത്ത നെഹമ്യാവിനെ ആഴത്തിൽ വേദനിപ്പിച്ചു. ഈ വാർത്ത കേട്ട നിമിഷം നെഹമ്യാവ് ഉടൻ തന്നെ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു. ഉപവാസത്തോടും കണ്ണുനീരോടും കൂടി അദ്ദേഹം വിനയപ്പെട്ടു. നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം മതിലെന്നത് വെറും ഒരു കല്ലും മണ്ണും കൊണ്ടുള്ള നിർമ്മിതിയായിരുന്നില്ല. അത് ദൈവജനത്തിൻ്റെ വേർപാടിനെയും സംരക്ഷണത്തെയുമാണ് കുറിച്ചിരുന്നത്. മതിലുകൾ പണിയുക എന്നത് വലിയൊരു വെല്ലുവിളിയാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ആത്മീയമായ കരുത്ത് നേടാനായി അദ്ദേഹം ഉപവാസം തിരഞ്ഞെടുത്തത്. നെഹമ്യാവ് മതിൽ പണിയാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ ശത്രുക്കളിൽ നിന്ന് കടുത്ത പരിഹാസവും ഭീഷണി നേരിടേണ്ടി വന്നു. എന്നാൽ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അദ്ദേഹം ആർജിച്ച ആത്മീയ കരുത്ത് ജനത്തിന് ധൈര്യം പകർന്നു. പണിക്കാർ ഒരു കയ്യിൽ ആയുധവും മറുകൈയിൽ പണിയായുധവും എന്തിയാണ് ജോലി ചെയ്തത്. ഒടുവിൽ അസാധ്യമെന്ന് കരുതിയ ആ ദൗത്യം കേവലം 52 ദിവസങ്ങൾ കൊണ്ട് അവർ പൂർത്തിയാക്കി. ശത്രുക്കൾ പോലും ഇത് ദൈവത്തിൻ്റെ സഹായത്താൽ നടന്നതാണെന്ന് സമ്മതിക്കേണ്ടി വന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിലും വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും മതിലുകൾ അത്യന്താപേക്ഷിതമാണ്. ശത്രുവായ സാത്താൻ്റെ കുടില തന്ത്രങ്ങളിൽ നിന്നും പാപത്തിൻ്റെ കടന്നുകയറ്റങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കാൻ ഈ ആത്മീയ മതിലുകൾ ഉണ്ടായേ തീരും. പ്രാർത്ഥനയും നോമ്പുമില്ലാത്ത ജീവിതം മതിലില്ലാത്ത നഗരം പോലെയാണ്. പ്രാർത്ഥനയിലെ അലസതയോ കൂദാശകളിലെ വീഴ്ചകളോ നമ്മുടെ ആത്മീയ മതിലുകളിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ടാകാം. ഈ നോമ്പുകാലം ആ വിള്ളലുകൾ അടയ്ക്കാനും തകർന്നുപോയ ആത്മീയ കോട്ടകളെ പുനർനിർമ്മിക്കാനുമുള്ള അവസരമാണ്. ഉപവാസത്തിലൂടെ നാം നമ്മുടെ ആത്മീയ ജാഗ്രത വർദ്ധിപ്പിക്കുകയും ശത്രുവിൻ്റെ ഗണികളെ തിരിച്ചറിയാൻ പ്രാപ്തരാകുകയും ചെയ്യുന്നു. ദൈവം നൽകുന്ന ആത്മീയ കവചം ധരിച്ച് വിശുദ്ധിയുടെ മതിലുകൾക്കുള്ളിൽ നമുക്ക് സുരക്ഷിതരായിരിക്കാം. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും മതിൽക്കെട്ടുകൾക്കുള്ളിൽ നാം വസിക്കുമ്പോൾ ശത്രുവിൻ്റെ ഒരസ്ത്രത്തിന് പോലും നമ്മെ മുറിവേൽപ്പിക്കാൻ കഴിയുകയില്ല. നെഹമ്യാവിനെ പോലെ പ്രാർത്ഥനയോടെ ആരംഭിച്ചാൽ തകർന്നുപോയ ഏതൊരു മതിലും പണിതുയർത്തുവാൻ നമുക്ക് സാധിക്കും. ഈ നോമ്പുകാലം നമ്മുടെ ആത്മീയതയുടെ തകർന്നുപോയ മതിലുകളെ വീണ്ടും പണിതുയർത്തുവാനുള്ള ഒരു പുണ്യയാത്രയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നിൽ വളരേണം, നിന്റെ കൃപ മാത്രം എന്നിൽ നിറയേണം. നാഥാ നീ മാത്രം എന്നിൽ വളരേണം, നിന്റെ കൃപ മാത്രം എന്നിൽ നിറയേണം. ഞാനോ കുറയേണം, നീയോ വളരേണം. മഹത്വം എന്നേക്കും നിനക്കുള്ളതാകേണം. കൃപമേൽ കൃപ നൽകി എന്നെ നയിക്കണമേ.